Good morning, all. Today, let us discuss about asanas. Here, we can discuss 10 asanas. First 5 asana, standing asana. 6th, 7th, sitting asana. 8th, 9th, 10th, laying asana. കിടന്നിട്ടുള്ള ആസനമാണ്. അപ്പം ഈ ആസന നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വിചാരിച്ചൊരു സംഗതിയാണ് ആസനാസ്. അതിപ്പം ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റില്ല. തൽക്കാലം ഇത് തിയറി രൂപത്തിലേക്ക് പോവാണ്. ഇപ്പം ഫസ്റ്റ് വൺ വൃക്ഷാസന. Vrikshasana, the posture replicates the graceful, steady stance of tree. Unlike most yoga poses, the tree poses requires keeping our eyes open in order to maintain body balance. ഇതൊന്നുമില്ല, സിംപിളി വൃക്ഷാസന പറഞ്ഞാൽ ഒരു മരം നിൽക്കുന്ന മാതിരി നമ്മളെന്താ റെപ്ലിക്കേറ്റ് ചെയ്യണം. അതുപോലെ ആ പോസ്റ്ററിനെ റെപ്ലിക്കേറ്റ് ചെയ്യണം. ഇതിൽ മെയിനായിട്ടുള്ളത് കണ്ണടച്ചിട്ടല്ല ഈ യോഗ പോസ് ചെയ്യുന്നത്. കണ്ണ് തുറന്നിട്ടാണ്. എന്തിനു വേണ്ടി? ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കണ്ണ് തുറന്നാലാണ് ബോഡി ബാലൻസ് കിട്ടുള്ളൂ. കൂടുതൽ കിട്ടണമെങ്കിൽ കണ്ണ് തുറക്കണം. അതുകൊണ്ട് വൃക്ഷാസനമൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും കണ്ണ് തുറന്ന് ചെയ്യണം. ഓക്കെ, ഹൗ ടു ഡു ട്രീ പോസ് വൃക്ഷാസന. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടല്ലോ, മനസ്സിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ നിന്ന് ഇട്ടുതരാം. ഓരോ ആസനം 10 ആസന ലിങ്കും യൂട്യൂബിൽ നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്ത് തരാം. അത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് വായിച്ച് പറഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും, മനസ്സിലാകാൻ വിഷമാവും. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് വൃക്ഷാസന. ഇനി എല്ലാ ആസനൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയാം. വൃക്ഷാസന, this pose leaves you in a stand of rejuvenation. This pose leaves you in a stand of rejuvenation. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ പോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതൊരു ബോഡി റെജുവിനേറ്റ് ചെയ്യും. ഒരു പുനർജീവനം അല്ലേ, ഒരു നല്ലൊരു പുതിയ ജീവിതം കിട്ടിയ മാതിരി തോന്നും. നല്ല ഒരു മനസ്സൊക്കെ ഫ്രീ ആയിട്ട് ആ രൂപത്തിൽ. ഇറ്റ് സ്ട്രെച്ചസ് ദ ലെഗ്സ്, ബാക്ക് ആൻഡ് ആംസ്, കൈയും കാലും അതുപോലെ ബാക്ക് ഭാഗം അല്ലേ, ബാക്ക് ഭാഗമൊക്കെ നല്ല സ്ട്രെച്ച് ചെയ്യും. ഇറ്റ് ബ്രിങ്സ് ബാലൻസ്, എക്വിലിബ്രിയം ടു യുവർ മൈൻഡ്. മൈൻഡിന് ബാലൻസ്, എക്വിലിബ്രിയം ഒക്കെ കിട്ടും, ബാലൻസ് കിട്ടും. ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. ഇറ്റ് മേക്സ് എ ലെഗ് സ്ട്രോങ്, ഇംപ്രൂവ് ബാലൻസ് ആൻഡ് ഓപ്പൺ ദ ഹിപ്പ്. ഹിപ്പ് പറഞ്ഞാൽ ഈ തുടേണ്ട ഭാഗം അല്ലേ, അതൊക്കെ നല്ല വികസിക്കും. കാരണം കാല് മടക്കി ഉള്ളിലേക്ക് വലിക്കല്ല, അപ്പോൾ ഹിപ്പൊക്കെ ഓപ്പൺ ആവും, ലെഗ് സ്ട്രോങ് ആവും, ബാലൻസ് കൂടുതൽ കിട്ടും. അടുത്തത് പാദഹസ്താസന. സെക്കൻഡ് സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ആസനയാണ്. ഫോർവേഡ് ബെൻഡ് ആസനയാണ്. പാദഹസ്താസന ഹാൻഡ് അണ്ടർ ഫുഡ് പോസ് ഈസ് എ ഫോർവേഡ് ബെൻഡ് ആസനയാണ്, മുന്നോട്ട് വളരുന്ന ആസനയാണ്. ബെനിഫിറ്റ് ഓഫ് പാദഹസ്താസന: സ്ട്രെങ്തൻ ലെഗ് ആൻഡ് ഫീറ്റ്. നല്ല ലെഗും അതുപോലെ ഫീറ്റും കാലൊക്കെ എന്ത് ചെയ്യും, നല്ല ലെങ്തൻസ് ദ സ്പൈന് നല്ല നീളത്തിൽ, അതായത് കുറച്ച് നീളം കൂടും, അതായത് നല്ല സ്ട്രെങ്ത് കൂടും. സ്ട്രെച്ച് ചെയ്യും സ്പൈന്. സ്ട്രെച്ചസ് ദ ഹാംസ്ട്രിങ്. ഹാംസ്ട്രിങ് പറഞ്ഞാൽ നമ്മളെ കാലിൻ്റെ മസിലിൻ്റെ ബാക്ക് ഭാഗത്തുള്ള മസിലാണ്. പെട്ടെന്ന് ബാക്ക് ഭാഗത്തുള്ള കാലിന് ഒരു സ്പ്രിങ് മാതിരി വർക്ക് ചെയ്യുന്ന ഒരു മസിലാണ്. പെട്ടെന്ന് ഇഞ്ചുറിക്ക് സാധ്യത കൂടുതലുള്ളൊരു മസിലാണ് ഹാംസ്ട്രിങ് മസിൽ. നല്ല സ്ട്രെച്ച് ചെയ്യും. സ്ട്രെങ്തൻ ദ അബ്ഡോമൻ. വേറൊരു അബ്ഡോമൻ മസിൽ നല്ല സ്ട്രെങ്തൻ ചെയ്യും. അർദ്ധചക്രാസന. Ardhachakrasana is an intermediate asana that can help to prepare the body and the mind for deeper back bend and heart opening posture. Ardhachakrasana is an intermediate asana, advanced asana. This advanced asana chakrasana. Ardhachakrasana advanced chakrasana. The intermediate asana that can help to prepare the body and mind for deeper back bend. വളരെ ഡീപ്പായിട്ട് ബാക്കിലേക്ക് വളയാനുള്ള ഇതൊക്കെ
മൈൻഡ് പ്രിപ്പയർ ചെയ്യും, ബോഡിയും മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഹാർട്ട് ഓപ്പണിംഗ് പോസ്റ്ററാണ്. ഹൃദയം തുറക്കുന്നത് പോസ്റ്ററാണെന്ന് പറയപ്പെടുന്നത്. The benefits of Ardha Chakrasana stretches the front upper torso. ടോർസോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ട്രങ്കാണ്. ട്രങ്ക് മീൻസ് നമ്മുടെ നെക്ക് മുതൽ ഹിപ്പ് വരെയുള്ള ഏരിയ ട്രങ്ക്. അതായത് ലിംസ് കൂട്ടില്ല, കയ്യും കാലും കൂട്ടില്ല, ആ ഭാഗം ടോർസോ. അതായത് ഈ സ്ട്രെച്ചസ് ദ ഫ്രണ്ട് അപ്പർ ടോർസോ. നിങ്ങൾ കണ്ടില്ലേ ചിത്രത്തിൽ കാണുന്നത്, ബാക്കിലോട്ട് വളയുമ്പോൾ ആ ഭാഗം ടോർസോയുടെ ഭാഗം എന്ത് ചെയ്യും, ഫ്രണ്ട് അപ്പർ ടോർസോ മേലുള്ള ഭാഗങ്ങളൊക്കെ ടോർസോയുടെ ഭാഗം സ്ട്രെച്ച്, നല്ല സ്ട്രെച്ച് ചെയ്യും. ടോൺസ് ആംസ് ആൻഡ് ഷോൾഡർ മസിൽ, നല്ല മസിലിന് ശക്തി ടോൺ ഉണ്ടാവും. ആംസിനും ഷോൾഡറിനൊക്കെ മസിൽസിനൊക്കെ നല്ല ശക്തി ഉണ്ടാവും. ത്രികോണാസന, triangle poses or Trikonasana strengthens our physical and emotional bodies. Physical and emotional bodies strengthen ചെയ്യുന്നു. It allows us to bring expansion to the muscles that need it most, and by extension creates space in these places for emotional release and healings. നല്ല മസിലിലെ എല്ലാ ആക്ഷൻസും create space in these places for emotional release and healing. നല്ല ഹീലിങ്ങിനും ഇമോഷണൽ റിലീസിനൊക്കെ നല്ല ത്രികോണാസനം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നല്ല നല്ല സ്പേസ് കിട്ടുമ്പോൾ പറയുന്നത് നല്ല ഹീലിങ്ങും. ബെനിഫിറ്റ്സ് ഓഫ് ത്രികോണാസന: സ്ട്രെങ്തൻ ദ ലെഗ്, നീ, ആംഗിൾസ്, ആംസ്, ചെസ്റ്റ്. സ്ട്രെങ്തൻ ചെയ്യും ഏത്? ലെഗ്, കാല്, നീ, മുട്ട്, ആംഗിൾസ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, നിങ്ങളെ മുട്ട്, കൈ, കാലിലെ നിങ്ങളുടെ കാൽപാദത്തിൻ്റെ അടുത്തുള്ള ആ ജോയിൻ്റാണ് ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഉപ്പുറ്റില്ലേ, പോലെ ഉപ്പുറ്റില്ല, ആ ജോയിൻറ്റിന് ആംഗിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആംസ്, കൈ, അത് ചെസ്റ്റ്. സ്ട്രെച്ചസ് ആൻഡ് ഓപ്പൺ ഹിപ്പ്, ഹിപ്പ് ഓപ്പൺ ആവും. നേരത്തെ പറഞ്ഞ വൃക്ഷാസനം ചെയ്യുമ്പോൾ ഹിപ്പ് ഓപ്പൺ, അതുപോലെ കാലിത് നല്ല വൈഡായിട്ടാണ് കാല് വെക്കുക, അപ്പോൾ ഹിപ്പ് ഓപ്പൺ. ഗ്രോയിൻസ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹിപ്പിൽ നിന്ന് ഈ തുടയിലേക്ക് ഇറങ്ങുന്ന മസിലുണ്ട്, ഗ്രോയിൻസ് മസിൽ. അത് നല്ല അതിനെ സ്ട്രെച്ച് ചെയ്യും. ഹാംസ്ട്രിങ് നേരത്തെ പറഞ്ഞ കാലിൻ്റെ ബാക്ക് ഭാഗത്തുള്ള മസിലാണ്. കാഫ്സ് പറഞ്ഞാൽ കാലിൻ്റെ മസിൽ, കാലിൻ്റെ നീ ജോയിൻറ്റിൻ്റെ അടിയിലേക്കുള്ള കാഫ് മസിൽ, കണങ്കാലിലെ ബാക്ക് ഭാഗത്തുള്ള മസിൽ. ഷോൾഡർ മസിൽ. ചെസ്റ്റ് പറഞ്ഞാൽ ചെസ്റ്റ് ഭാഗത്തുള്ള സ്പൈൻ, ബാക്ക് ഭാഗത്തുള്ള ഇതൊക്കെ സ്ട്രെച്ച് ചെയ്യും സ്പൈനൊക്കെ. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എക്വിലിബ്രിയം ഇൻക്രീസ് ചെയ്യുന്നു. മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും എക്വിലിബ്രിയം, ബാലൻസ് ഇൻക്രീസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഹെൽപ്സ് ഇംപ്രൂവ് ഡൈജഷൻ റെഡ്യൂസ് ആൻസൈറ്റി കുറയും, സ്ട്രെസ് കുറയും, ബാക്ക് പെയിൻ ഒക്കെ കുറയും. ഈ എക്സസൈസ് ത്രികോണാസനം ചെയ്യുന്നുണ്ടത് ഡൈജഷൻ കൂടുകയും ചെയ്യും. ഇറ്റ് മേക്സ് നമ്മളെ ഭക്ഷണം കഴിക്കാനുള്ള ഡൈജഷന് സഹായിക്കും. ഇറ്റ് മേക്സ് ലെഗ് സ്ട്രോങ്, improve balance and open the hip. Leg strong, improve balance, improve body balance, improve and open the hip. Opens hip തുറന്നെടുക്കുന്നത് വരും, നല്ല സ്ട്രെങ്ത് സ്ട്രെച്ച് ചെയ്യും ഹിപ്പിന്. ഉസ്രാസന, ഇതും ഉസ്രാസന ഇസ് ക്യാമൽ പോസ് ആണ്. ഇന്റർമീഡിയറ്റ് ലെവൽ എക്സസൈസ് ആണ്, ആസനയാണ്. ഉസ്രാസനൻ്റെ ഒരു അഡ്വാൻസ് ആണ് ചക്രാസന. നേരത്തെ പറഞ്ഞില്ലേ അത് ചക്രാസന, അതേമാതിരത്തെ ഒരു ഇതാണ് ഉസ്രാസനം. ഇന്റർമീഡിയറ്റ് ലെവൽ ബാക്ക് ബെൻഡിങ് യോഗയാണ്. പോസ്റ്റർ നോൺ ആസ് ഓപ്പൺ ഹാർട്ട് ചക്രനെ നല്ല ഡെവലപ്പ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണത്. ദിസ് യോഗ പോസ്റ്റർ has flexibility and strengthen the body and also helps in improving digestion. ബോഡിനെ സ്ട്രെങ്തൻ ചെയ്യും, പിന്നെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് ആസനയാണ് ഉസ്ട്രാസന. പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഉസ്ട്രാസന: ഇംപ്രൂവ് ഡൈജഷൻ ഇംപ്രൂവിങ്, സ്ട്രെച്ചസ് ആൻഡ് ഓപ്പൺസ് ദ ഫ്രണ്ട് ഓഫ് ദ ബോഡി. മേഖല ടോർസോയുടെ മേൽഭാഗം അല്ല, ഫ്രണ്ട് ഓഫ് ദ ബോഡി മുൻഭാഗം എന്ത് ചെയ്യും, നല്ല സ്ട്രെച്ച് ചെയ്യും, ഓപ്പൺ ആവും. ഇറ്റ് ആൾസോ സ്ട്രെങ്തൻസ് ദ ബാക്ക് ആൻഡ് ഷോൾഡറും ബാക്കൊക്കെ നല്ല സ്ട്രെങ്തൻ ആവും. relieves the body of lower back
ഏക്ക് ലോവർ ബാക്ക് വേദനകളൊക്കെ ഏക്കൊക്കെ ഉണ്ടാവും, റിലീവ് ചെയ്യും. ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ഓഫ് സ്പൈൻ ആൻഡ് ആൾസോ ഇംപ്രൂവ് പോസ്ചർ. സ്പൈനിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ പോസ്ചറൊക്കെ നന്നായിട്ട് വർദ്ധിക്കും. വജ്രാസന. അടുത്തത് വജ്രാസന. നെക്സ്റ്റ് വൺ വജ്രാസന. Vajrasana is the simple asana which can be practiced after lunch or dinner also. ലഞ്ച് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആസനമാണ് വജ്രാസന. ലഞ്ച് ഒരു ഡിന്നറാണ്, ലഞ്ച് കഴിച്ചിട്ടോ ഡിന്നർ കഴിച്ചിട്ടൊക്കെ വജ്രാസനം ചെയ്യുക, ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. വജ്രാസന ആൾസോ നോൺ ആസ് ദ ഡയമണ്ട് പോസ്. ഡയമണ്ട് പോസ് എന്ന് പറയും, വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ പ്രാക്ടീസിങ് ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനുള്ള പറ്റിയ സാധനമാണ് ആസനമാണ് വജ്രാസന. ബെനിഫിറ്റ് ഓഫ് വജ്രാസന: calms the mind and brings stability in mind. മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു, മൈൻഡിന് കാം കിട്ടും. cures constipation, acidity, increase digestion process വർദ്ധിപ്പിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധനങ്ങൾ, അതിന് ആസിഡിറ്റി ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥയിലുണ്ട്, അതൊക്കെ എന്ത് ചെയ്യും, ക്യൂർ ചെയ്യുന്നു. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധനമൊക്കെ ക്യൂർ ചെയ്യുന്നു. Those suffering from gas problem can practice immediate after lunch or dinner. ലഞ്ച് ശേഷം ഗ്യാസ് പ്രോബ്ലം ഉള്ള ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ റിലീവ് കിട്ടുന്നതാണ്. ഹെൽപ്പ് ടുഗെദറായിട്ട് ബാക്ക് പെയിന് കുറവ് കിട്ടും. സ്റ്റൊമക്കിൻ്റെ ഡിസോർഡർ ഉണ്ടെങ്കിൽ, വയറിൻ്റെ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡിയാവും. യൂറിനറി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റെഡിയാവും. സ്ട്രെങ്ത് സെക്സ്വൽ ഓർഗന് സ്ട്രെങ്ത് കിട്ടും. ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ കൂടും. It is preferred for meditation and concentration. Concentration യൂസ് ചെയ്യാം. Helps to reduce obesity. തടി കുറക്കും, ഒബീസിറ്റി കുറക്കാൻ നമുക്ക് സാധിക്കും യോഗാസനമായി. Strengthens thigh muscle, തുടർ മസിലൊക്കെ strengthen, act as a pain killer. ആർത്തൈറ്റിസ് പേഷ്യൻസിന് ഒരു പെയിൻ കില്ലർ എന്ന നിലയിലൊക്കെ വജ്രാസന ചെയ്യാൻ പറ്റും. Padmasana. Lotus position is a cross-legged yoga posture which helps deeper meditation by calming the mind and elevating various physical ailments. Padmasana is a master asana. The lotus position is cross-legged യോഗയാണ്. അത് പല കണ്ണുന്ന രൂപത്തിൽ ഇട്ടിട്ട് ചെയ്യണം. ഡീപ്പർ മെഡിറ്റേഷൻ ആസനാസാണ്. മെഡിറ്റേഷൻ നേരത്തെ പറഞ്ഞ ആസനയും മെഡിറ്റേഷനാണ്. ബൈ കാമിങ് ആൻഡ് മൈൻഡ് എലിവേറ്റിംഗ് വേരിയസ് ഫിസിക്കൽ എലിമെൻറ്റ്, നമ്മൾ ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇതുകൊണ്ട് ഈ പദ്മാസന പോലത്തെ ആസനം കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. റെഗുലർ പ്രാക്ടീസ് ഓഫ് ദിസ് പോസ്ചർ എയ്ഡ്സ് ഇൻ ഓവറോൾ ബ്ലോസം ഓഫ് ദ പ്രാക്ടീഷണർ. മൊത്തത്തിലൊരു പുഷ്പിക്കും, നമ്മൾ ചെയ്യുന്ന ആൾക്ക് ഒരു ശാരീരിക പുഷ്ടി ഇതുകൊണ്ടുണ്ടാവുമെന്ന് പറയും. ജസ്റ്റ് ലൈക്ക് എ ലോട്ടസ് താമര വിരിഞ്ഞമായിട്ട് ഒരു നല്ലൊരു പുഷ്പിക്കുണ്ടാവുമെന്ന് പറഞ്ഞു. ഹെൻസ് നെയിം, അതുകൊണ്ടാണ് ഇത് പദ്മാസന പേര് അറിയാൻ പറഞ്ഞത്. ചൈനീസ് ആൻഡ് ടിബറ്റൻ ബുദ്ധിസം ലോട്ടസ് പോസ് ഈസ് ആൾസോ നോൺ ആസ് വജ്ര പോസ്. ടൈമുണ്ട് പദ്മാസന, വജ്രാസന എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ. ബെനിഫിറ്റ് ഓഫ് പദ്മാസന: ഇംപ്രൂവ് ഡൈജഷൻ ഉണ്ടാവും, റെഡ്യൂസ് മസിൽസ് ടെൻഷൻ കുറയും, ബ്രിങ് ബ്ലഡ് പ്രഷർ അണ്ടർ കൺട്രോൾ ആവും, റിലാക്സ് മൈൻഡ് റിലാക്സ്, ഹെൽപ്പ് പ്രിവെന്റ് ലേഡീസ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് സമയത്ത് വളരെ സഹായിക്കുന്ന ആസനമാണ്. റെഡ്യൂസ് മെൻസ്ട്രൽ ഡിസ്കംഫോർട്ട്, ലേഡീസ് ബന്ധപ്പെട്ട പീരിയഡ്സിന് ബന്ധപ്പെട്ട ഡിസ്കംഫോർട്ടൊക്കെ ലോഡുള്ളതെന്ന് പറയുന്ന പദ്മാസനം. ഭുജംഗാസന, ഇത് ലൈൻ പോസ്റ്ററിലാണ്. ദ കോബ്ര പോസസ് ഭുജംഗാസന ഈസ് വെരി ഓഫൻ പ്രാക്ടീസ് ഐദർ ഓൺ ഇറ്റ്സ് ഓൺ, നമ്മൾ സ്വന്തമായിട്ട് ഭുജംഗാസനം മാത്രമേ ചെയ്യുക, അല്ലെങ്കിൽ ആസ് പാർട്ട് ഓഫ് ദ സൺ സാലുട്ടേഷൻ, അതായത് സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഭുജംഗാസനം. അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റക്ക് ചെയ്യുക, അല്ലെങ്കിൽ സൺ സാലുട്ടേഷൻ സൂര്യ നമസ്കാരത്തിൽ ചെയ്യാം. ഭുജംഗ മീൻസ് സ്നേക്ക് ഇൻ സംസ്കൃത്.
ഭുജംഗ എന്നാൽ പാമ്പ്, സ്നേക്ക് സംസ്കൃതത്തിൽ. ആൻഡ് സപ്പോസ് വി imitate stake lifting it head while working shoulder, upper back and spine. ഇതുപോലെ ചെയ്യുമ്പോൾ ഇമിറ്റേറ്റിംഗ് സ്റ്റേക്ക് പൊസിഷൻ ഇമിറ്റേറ്റ് ചെയ്യുകയും നമ്മുടെ വർക്കിംഗ് ഷോൾഡർ, അപ്പർ ബാക്ക് ആൻഡ് സ്പൈൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ബെനിഫിറ്റ്സ് ഓഫ് ഭുജംഗാസന: മേക്സ് ദ സ്പൈൻ സ്ട്രോങ്ങർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ. സ്പൈനിൻ്റെ സ്ട്രോങ്ങറും ആൻഡ് മോർ ഫ്ലെക്സിബിൾ ഉണ്ടാവും. ടോൺസ് ദ ഓർഗൻ ദാറ്റ് ലൈസ് ഇൻ ദ ലോവർ അബ്ഡോമൻ. അബ്ഡോമൻ്റെ ആ ഏരിയയിൽ കിടന്ന ഇന്റേണൽ ഓർഗനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. സ്റ്റിമുലേറ്റ് ഡൈജഷൻ, റീപ്രൊഡക്റ്റീവ്, യൂറിനറി സിസ്റ്റം. ഇത് മൂന്നും ഡൈജഷൻ, റീപ്രൊഡക്റ്റീവ്, യൂറിനറി സിസ്റ്റം ഒക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും. ഹെൽപ്പ് റെഗുലേറ്റ് മെറ്റാബോളിസം സഹായിക്കും, റെഗുലേറ്റ് ചെയ്യുന്നു. ബാലൻസ് വെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. മേക്ക് ദ ബട്ടക്സ് ഏരിയ നല്ല മസിൽസൊക്കെ, ബട്ടക്സ് ഏരിയയുള്ള മസിൽസൊക്കെ നല്ല ഉറക്കും, നല്ല ശക്തി ഉണ്ടാവും. ഗീവ്സ് ലങ്സ്, ഷോൾഡർ, ചെസ്റ്റ് ആൻഡ് അബ്ഡോമിൻ ഗുഡ് സ്ട്രെസ്. ലങ്സിന്, ഷോൾഡറിന്, ചെസ്റ്റിന്, അബ്ഡോമിന് നല്ല സ്ട്രെച്ചിങ് ഇതുകൊണ്ട് കിട്ടും ഈ ഭുജംഗാസനം കൊണ്ട്. ഇറ്റ് വർക്ക് ആസ് എ ഗ്രേറ്റ് സ്ട്രെസ് റിലീസിൻ്റെ എക്സസൈസ് കൂടി. ഓപ്പൺ അപ്പ് ദ ലങ്സ് ആൻഡ് ഹാർട്ട്. ലങ്സും ഹാർട്ടൊക്കെ ഓപ്പൺ ആവുന്ന എക്സസൈസ്. ശലഭാസന ഓർ ലോക്കസ്റ്റ് പോസ്. ലോക്കസ്റ്റ് മീൻസ് എന്താ പറയുക, ഗ്രാസ് ഹോപ്പർ ടൈപ്പുള്ള സാധനം, വെട്ടുകിളി, ഗ്രാസ് ഹോപ്പർ, അതാണ് വെട്ടുകിളിയാണ്, ലോക്കസ്റ്റ് പോസാണ്. പോസ് എഫക്റ്റീവ് പ്രിപ്സ് ബിഗിനിയേഴ്സ് ഓഫ് ഡീപ്പർ ബാക്ക് ബെൻഡ്. എഫക്റ്റീവായിട്ട് ഡീപ്പർ ബാക്ക് ബെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പോസാണ് ശലഭാസന. ബാക്ക് ബെൻഡ് ചെയ്യുന്നതിൽ ഇത് ഫസ്റ്റ് എഫക്റ്റീവ്, ഇത് ഇന്റർമീഡിയറ്റ് എക്സസൈസ് ആണ് ശലഭാസന. സ്ട്രെങ്ത് ദ ബാക്ക് ഓഫ് ദ ടോർസോ, ലെഗ് ആൻഡ് ആം. ബാക്ക് ടോർസോന്റെ ബാക്ക് ഭാഗം, ലെഗ് പിന്നെ ആം, ഇത് മൂന്നിന് എന്ത് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യുന്നു ഈ എക്സസൈസ്. ബെനിഫിറ്റ് ഓഫ് ശലഭാസന: ദിസ് പോസ് invigorates the entire body. This pose invigorates the entire body, providing strength. Invigorate means providing strength, entire body strength നൽകുന്നു. Stimulate the internal organ stimulate ചെയ്യുന്നു, ശരീരത്തിലുള്ള internal organ stimulate ചെയ്യുന്നു. As well as enhance the circulation of blood. അതുപോലെ എൻഹാൻസ് ചെയ്യുന്നു, സർക്കുലേഷൻ ബ്ലഡ് വർദ്ധിപ്പിക്കും. This also helps to regulate the acid-base balance. Acid-base balance ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നു, നോർമലൈസ് ചെയ്യുന്നു ഈ ആസന. ആസിഡ്-ബേസ് ബാലൻസ്, ആൽക്കലി-ബേസ് ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ശരീരത്തിൽ, അതൊക്കെ ബാലൻസ് ചെയ്യുന്നു. ദ ആംസ്, തൈസ്, ഷോൾഡർ, ലെഗ്സ്, കാഫ് മസിൽ ആൻഡ് ഹിപ്പ് ആർ സ്ട്രെങ്തൻഡ് ത്രൂ ദിസ് ആസന. ഈ ആസനമായി കൈ, തൈസ്, തുടയുടെ ഭാഗം, ഷോൾഡർ, ലെഗ്, കാലിൻ്റെത്, കാഫ് മസിൽ മീൻസ് കാലിൻ്റെ മസിലാണ്, താഴെ ഭാഗത്ത് മസിലാണ്. ആൻഡ് ഹിപ്പ് ആർ സ്ട്രെങ്തൻ ത്രൂ ദിസ് ആസന. ഈ ആസനം കൊണ്ട് എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. ദ ബാക്ക് ഈസ് ആൾസോ ടോൺഡ് ആൻഡ് സ്ട്രെങ്തൻഡ്. ബാക്ക് മസിൽ അതുപോലെ തന്നെ നല്ല ടോൺ ചെയ്യുന്നു, നല്ല സ്ട്രെങ്തൻ ചെയ്യുന്നു, ടോൺ ചെയ്യുന്നു. ദിസ് ആസന ആൾസോ എൻകറേജസ് ഹെൽത്തി പോസ്ചർ. നല്ലൊരു പോസ്ചർ ഡെവലപ്പ് ചെയ്യുന്നു, നല്ലൊരു പോസ്ചർ. ഇത് ചെയ്യുന്നതോടെ ആള് കറക്റ്റ് പോസ്ചറായി മാറുന്നു, അയാളുടെ ബോഡി സ്ട്രക്ചർ കറക്റ്റായി വരുന്നു. ഇത് റെഗുലേറ്റ്സ് മെറ്റാബോളിസത്തെ റെഗുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹെൽപ്സ് യു ലോസ് വെയിറ്റ്, തടി കുറക്കാൻ സഹായിക്കുന്നു. ആൻഡ് ആൾസോ ഹെൽപ്പ് റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറക്കാൻ സഹായിക്കുന്നു. ശവാസന is a pose of total relaxation, making it one of the most challenging. This pose gets its name from the equivalent posture of a dead body. It is a position of rest and relaxation, and it's usually practiced towards the end of the yoga session that typically begin with the activity and end in rest, a space or pause when deep healing can take place. ശവാസന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചലഞ്ചിങ് ഒരു ആസനയാണ്. ഏറ്റവും സിമ്പിളാണെങ്കിൽ കൂടി ചെയ്യാൻ ഏറ്റവും നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു ആസനമാണ്.
ശവാസന. ഇത് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ആസനകളൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ അവസര ശവാസന ചെയ്യുക. റിലാക്സിങ് എക്സസൈസ് ആണ്. അപ്പോൾ നല്ല മനസ്സ് റിലാക്സ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മോസ്റ്റ് ചാലഞ്ചിങ് ആണ്. റിലാക്സേഷൻ എക്സസൈസ് ആസനയാണ്. എയിം ഫ്രം ദ റിക്വബൻറ്റ് പോസ്ചർ ഓഫ് ഡെഡ് ബോഡിയുടെ മരിച്ച ശരീരത്തെ പോലെ ചെയ്യേണ്ട ഒരു ഇതാണ്. It is a position of rest and relaxation and usually practiced towards the end of the yoga session ചെയ്യുന്നതാണ് അല്ലേ? നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് ശവാസന. ഏറ്റവും നല്ലത് നമ്മൾ ഒരാളുടെ ഒരു ഇൻസ്ട്രക്ഷൻ കേട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി നന്നാവും. ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടാനൊക്കെ സാധ്യതയുണ്ട് ശവാസന ചെയ്യുമ്പോൾ. ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റേറ്റ് ബെനിഫിറ്റ് ഓഫ് ശവാസനയാണ്. ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് കിട്ടും. ഡീപ്പായിട്ട് മെഡിറ്റേഷനിൽ കിടന്നാണ് ചെയ്യുകയാണെങ്കിൽ നല്ല റെസ്റ്റ് വിച്ച് മേ ഹെൽപ്പ് ദ റിപ്പയർ ഓഫ് ടിഷ്യൂ ആൻഡ് സെൽസ്. ശരീരത്തിൻ്റെ ടിഷ്യൂ സെൽസ് ഒക്കെ റിപ്പയർ ആവാൻ in relaxing stress റിലാക്സ് ചെയ്യും. It also gives time for the yoga workout to sink in a deeper level. നമ്മൾ ചെയ്ത വർക്കൗട്ടൊക്കെ ശരീരത്തിലേക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ഈ ശവാസനം കൊണ്ട് സാധിക്കും. gives you in a state of rejuvenation അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഒരു ഉന്മേഷം, എനർജി ജീവനം കിട്ടും നമ്മുടെ ഇത് ശവാസനം കൊണ്ട്. ഇത് പെർഫെക്റ്റ് വേ ടു എൻഡ് യോഗ സെഷൻ അവസാനിക്കുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ്, ആസനയാണ് ശവാസന. പ്രാക്ടിക്കലി ഇഫ് ഇറ്റ് ഹാസ് ബി ഫാസ്റ്റ് പേസ്ഡ് ഓൺ, നല്ല സ്പീഡിൽ ചെയ്യുന്ന ഇപ്പോൾ വിഷമാസനങ്ങൾ സ്പീഡിൽ ചെയ്യുന്ന കുറേ ആസനങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റിലാക്സേഷൻ കിട്ടും. ഇറ്റ് ഹെൽപ്പ് റെഡ്യൂസ് ബ്ലഡ് പ്രഷർ കുറയാൻ സഹായിക്കുന്നതാണ്. ആൻസൈറ്റി കുറയാൻ സഹായിക്കും. ആൻഡ് ഇൻസോംനിയ, അതായത് ഉറക്കില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയെ തരണം ചെയ്യാൻ ശവാസനം കൊണ്ട് സാധിക്കും. ഓൾസോ ആൻ എക്സലന്റ് വേ ടു ഗ്രൗണ്ട് ബോഡി. നമ്മുടെ ബോഡി നല്ല ബോഡിയെ ഹെൽത്ത് വെച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പൊസിഷനാണ്. ആൻഡ് റെഡ്യൂസ് വാദം അതായത് ഇംബാലൻസ് ഓഫ് ദ എയർ എലമെന്റ്. അതായത് ശരീരത്തിൽ നമ്മളെ വാത, പിത്ത, അങ്ങനെ മൂന്നാല് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ അസുഖം ഉണ്ടാകുന്നത്. അതായത് എയറുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ശരീരത്തിലേക്ക് വരാൻ ആ ഇംബാലൻസ് ഒക്കെ ശവാസനം കൊണ്ട് എത്തിക്കുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പം 10 ആസനാസ് തീർന്നു. പിന്നെ അടുത്ത് നെക്സ്റ്റ് വൺ പ്രാണായാമം അല്ലേ? നെക്സ്റ്റ് പ്രാണ is a Sanskrit word which means vital force, life force. പ്രാണ മീൻസ് ഇത് സംസ്കൃത വേർഡാണ്, വൈറ്റൽ ഫോഴ്സ് ആണ്, ഒരു ആത്മാവാണ് അല്ലേ, ലൈഫ് ഫോഴ്സ് ആണ്. ഇത് ആൾസോ സിഗ്നിഫിക്കൻറ്റ് ലൈഫ് ഓർ ബ്രെത്ത് ആണ്, ശ്വസിക്കലാണ്, ലൈഫ് ജീവിതമാണ്. അയമ മീൻസ് കൺട്രോൾ ഓഫ് ദ പ്രാണ. അയമ മീൻസ് കൺട്രോൾ ഓഫ് ദ പ്രാണ, പ്രാണനെ കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് എന്ത് അയമ എന്നാണ്. പ്രാണനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് we can call ayama. So pranayama means the control of the force, control of the vital force by concentration and regulating breathing കൊണ്ടും അതുപോലെ കോൺസെൻട്രേഷൻ കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ഈ പ്രാണായാമ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് പ്രാണായാമ, 10 ടൈപ്സ് ഓഫ് പ്രാണായാമം. അപ്പോൾ നിങ്ങൾ ഇവിടെ 3 പ്രാണായാമം പഠിക്കുന്നുള്ളത്. ഫസ്റ്റ് വൺ ചന്ദ്രഭേദന പ്രാണായാമ, കൂളിംഗ് പ്രാണായാമയാണ്. ചന്ദ്രഭേദന പ്രാണായാമ, കൂളിംഗ് പ്രാണായാമം, വെച്ച് ഈ കാണുന്ന രൂപത്തിൽ നിങ്ങളുടെ ഇടത്തെ കൈ എന്ത് ചെയ്യുക, ഇതുപോലെ കൈ മൊത്തം നിർത്തിയിട്ട് ഈ അടുത്ത ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മടക്കി വെച്ചിട്ട് നിങ്ങളെ വലത്തെ നോസ്ട്രിൽ എന്ത് ചെയ്യുക, വലത്തെ നോസ്ട്രിൽ അമർത്തി പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽ എന്ത് ചെയ്യുക, ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻഹേൽ ഫുൾ ബ്രീത്ത് എടുത്ത ശേഷം
നിങ്ങൾ എന്ത് ചെയ്യുക, 2 വിരൽ വെച്ച് നിങ്ങളെ തം ഫിംഗർ കൊണ്ട് എന്ത് ചെയ്യുക, റൈറ്റ് നോസ്ട്രിൽ എന്ത് ചെയ്യുക, അടച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യുക, സോറി ലെഫ്റ്റ് നോസ്ട്രിൽ അടച്ചു പിടിച്ചിട്ട് എക്സൈൽ ചെയ്യുക, റൈറ്റ് നോസ്ട്രിലൂടെ എക്സൈൽ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കൂളിംഗ് ശരീരത്തിൻ്റെ ബോഡി കൂളാവുന്ന പറയുന്നത് ടൈപ്സ് ഓഫ് പ്രാണായാമം. ചന്ദ്രഭേദന പ്രാണായാമ, ഇത് കൂളിംഗ് പ്രാണായാമമാണ്. സെക്കൻഡ് വൺ സൂര്യഭേദന പ്രാണായാമം, നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇറ്റ്സ് എ ഹീറ്റിംഗ് പ്രാണായാമം, മീൻസ് ഇൻഹേലേഷൻ ത്രൂ റൈറ്റ് നോസ്ട്രിൽ. അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്ത് ലെഫ്റ്റ് ആണെങ്കിൽ കൈ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ചെയ്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് ചെയ്യുക. വിച്ച് ഇൻഹേൽ ചെയ്ത് ത്രൂ റൈറ്റ് നോസ്ട്രിലൂടെ ഇൻഹേൽ ചെയ്യുക, ലെഫ്റ്റ് നോസ്ട്രിലൂടെ എന്ത് ചെയ്യുക, എക്സേൽ ചെയ്യുക. അപ്പോൾ ഹീറ്റിംഗ് പ്രാണായാമം, ബോഡി ഹീറ്റിംഗ് പ്രാണായാമമാണ്. നെക്സ്റ്റ് വൺ നാഡീശുദ്ധി പ്രാണായാമം, ഈസ് എ ബാലൻസിങ് പ്രാണായാമമാണ്. കോമ്പിനേഷൻ ഓഫ് സൂര്യഭേദന ആൻഡ് ചന്ദ്രഭേദന. 2 കൈയും വെച്ച് വലത്തെ കൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും 2 കോമ്പിനേഷൻ. നാഡീശുദ്ധി പ്രാണായാമം മീൻസ് നേരത്തെ പറഞ്ഞ 2 പ്രാണായാമൻ്റെ മിക്സാണ് കേട്ടോ. ബാലൻസ് പ്രാണായാമം കോമ്പിനേഷൻ സൂര്യഭേദനയും ചന്ദ്രഭേദനയും കോമ്പിനേഷനാണ്. ഓക്കെ, ലെറ്റ് us അതിൻ്റെ പേര് എഫക്റ്റ് ഓഫ് പ്രാണായാമം, അതിൻ്റെ ഫലങ്ങൾ പ്രാണായാമൻ്റെ ഇറ്റ് ബ്രിങ്സ് പ്രോപ്പർ റിതം ഇൻ ബ്രീത്തിങ്ങിന് റിതം കൊടുക്കുന്നു. ഇറ്റ് പ്യൂരിഫൈസ് ബ്രീത്ത് പാസേജ്, നമ്മളെ ട്രക്കയ ലങ്സിലേക്ക് എത്തുന്ന അത് മൊത്തം എന്ത് ചെയ്യും, പ്യൂരിഫൈ ചെയ്യുന്നു ബ്രീത്തിങ്, അത് പ്യൂരിഫൈ ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് ഫോർ കാം ഡൗൺ ദ മൈൻഡ്, മനസ്സിനെ എന്ത് ചെയ്യും, മൈൻഡിനെ കാം ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഓക്സിജനേറ്റ് സെൽസ് ആൻഡ് ടിഷ്യൂസ്, നല്ല ഓക്സിജൻ സെൽ ആൻഡ് ടിഷ്യൂ ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് സ്റ്റിമുലേറ്റ് നെർവസ് കൺട്രോൾ, നെർവസിനെ കൺട്രോൾ ചെയ്യാൻ നെർവസ് കൺട്രോളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു പ്രാണായാമം. ഫോർ ഇമോഷണൽ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പ്രാണായാമം കൊണ്ട് നമുക്ക് ഇമോഷനിൽ പിന്നെ സ്ട്രെസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലേ. ഓക്കെ, നമുക്ക് ഈ സെഷൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.